മൈസെൽഫ് ഡോക്ടർ ആദർശ്. ഞാൻ PRS ഹോസ്പിറ്റലിലെ ലാരിംഗോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് റിഗാർഡിംഗ് റോബോട്ടിക് സർജറി, അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഇൻ ENT സർജറി. റോബോട്ടിക് സർജറിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് മോഡേൺ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ട്രിവാൻഡ്രത്തെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള റോബോട്ടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. മന്ത്ര 3.0 എന്ന് പറയുന്ന സിസ്റ്റമാണ് എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് സർജറി ഫീൽഡിൽ, പ്രത്യേകിച്ച് ENT ഫീൽഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ENTയിൽ പ്രധാനമായിട്ടും റോബോട്ടിക് സർജറിയുടെ ഇൻഡിക്കേഷൻ വരുന്നത് നമ്മുടെ വായ്ക്കകത്തെ ഓറോഫാരിഞ്ചൽ ക്യാൻസേഴ്സ്, വായ്ക്കകത്തുണ്ടാകുന്ന ക്യാൻസേഴ്സിൻ്റെ സർജറീസിനാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഇൻഡിക്കേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന സർജറിയും റോബോട്ടിക് സർജറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രിസിഷൻ, അതായത് മില്ലിമീറ്റർ വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ബ്ലഡ്ലെസ് ആയിട്ട് വിത്ത് മിനിമൽ പെയിൻ, പേഷ്യൻ്റെ റിക്കവറി ടൈമും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. സർജറിക്ക് ശേഷം വളരെ കൃത്യതയോട് കൂടിയിട്ട് നമുക്ക് ട്യൂമർ റിസെക്ഷൻ വായ്ക്കകത്തൂടെ തന്നെ, പുറത്ത് മുറിവുകൾ ഉണ്ടാക്കാതെ വായ്ക്കകത്തൂടെ തന്നെ റോബോട്ടിക് ആമിൻ്റെ സഹായത്തോടു കൂടി വളരെ കൃത്യതയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു റോബോട്ടാണ് നമ്മുടെ ബാക്കിലിരിക്കുന്നത്. അതിനായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ സർജറീസ് ചെയ്യുന്നത്. സാധാരണ സർജറീസിൽ ഉണ്ടാകുന്നതിനേക്കാട്ടിലും സമയം വളരെ കുറച്ച് മതി ഇങ്ങനത്തെ സർജറീസ് ചെയ്യാനും അതിൻ്റെ ഒരു പെർഫെക്ഷനും വളരെ കൂടുതലായിരിക്കും. ഇത് കൂടാതെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നൊരു ഇൻഡിക്കേഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, അതായത് കൂർക്കം വലി, രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ശ്വാസം എടുക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. പലപ്പോഴും നാക്ക് പുറകോട്ട് വീഴുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ നാക്ക് വളരെ ബൾക്കി ആയിട്ടിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ടൊക്കെ ഇത് സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഈ റോബോട്ട് ഉപയോഗിച്ച് ടങ് ബേസ് റിഡക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ വളരെ എളുപ്പത്തിലും വളരെ ബ്ലഡ്ലെസ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അതർവൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പക്ഷേ റോബോട്ടിക് സർജറിയിലെ പ്രിസിഷൻ കാരണവും ബ്ലഡ് ലോസ് ഇല്ലാത്തത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലെയിനിലൂടെ വളരെ കൃത്യമായി പോകാൻ കഴിയുന്ന കാരണം നമുക്ക് പെയിൻ ഒരുപാട് റെഡ്യൂസ് ചെയ്യാനും നല്ല റിസൾട്ട് കൊടുക്കാനും സാധിക്കുന്നതാണ്. ENTയിൽ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ ഇംപ്രൂവ്മെൻറ്റ്സ് വരുമ്പോൾ നമുക്ക് ഈ സർജറീസ് കൂടുതൽ സ്ഥലത്തേക്കും കൂടെ വ്യാപിക്കാനായിട്ട് പറ്റുന്നതാണ്.